ഹലോ, അങ്ങനെ ഞങ്ങളുടെ വയനാട്ടിലെ കറക്കം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പം എന്താ ഊട്ടിയിലോട്ട് പോവുകയാണ്. മസനഗുഡി വഴി ഊട്ടിയിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പം ഊട്ടി തമിഴ്നാട് ബോർഡർ ആയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കയറി നമ്മളിപ്പോൾ ഏകദേശം കൂടല്ലൂർ എടുക്കാറായി. നമുക്കിനി മസനഗുഡി എത്താനായിട്ട് 1.5 മണിക്കൂറോളം ഉണ്ട്. മിക്കവാറും 8 മണിയൊക്കെ ആകുമായിരിക്കും എത്താനായിട്ട്. ഇപ്പം മണി 6:30 സമയം. 8 മണിയൊക്കെ ആകും അവിടെ എത്താനായിട്ട്. പക്ഷെ പോകുന്ന റൂട്ട് എന്തായാലും അടിപൊളി റൂട്ട്. നമ്മൾ എവിടെ ഫോൺ എടുത്ത് വെച്ച് നോക്കിയാലും ഫ്രെയിമുകളാണ്. ഫുൾ ഇത് തന്നെയാണ്. മൊത്തം നല്ല രസമുണ്ട്. കുറേ സൈഡിൽ കാപ്പി, ഒരു സൈഡിൽ ഓപ്പോസിറ്റ് ടീ, പിന്നെ അങ്ങോട്ട് ഫുള്ള് നല്ല ഭംഗിയാണ്. നമ്മൾ ഫോൺ എടുത്ത് എവിടെ വെച്ചാലും നല്ല സീനറിയാണ് ആക്ച്വലി. നമ്മളെന്തായാലും ഇനി ബാക്കി കാശ് നമ്മൾ മസനഗുഡി എത്തിയിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുമല്ലെന്ന് അറിയത്തില്ല. വല്ല മൃഗങ്ങളെ, മാനോ പോത്തോ ആന എന്തെങ്കിലും കാണാൻ പറ്റില്ലെന്ന് അറിയത്തില്ല. നമ്മളെന്തായാലും ഇനി അടുത്ത ക്ലിപ്പ് അത് കാണിച്ചു തരാം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മളിപ്പോൾ മസനഗുഡി പ്രവേശിച്ചു. അങ്ങനെ മസനഗുഡി കാട്ടിക്കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ആംബിയൻസ്. ആനിമൽസിനെ ഒന്നിനെ കാണാൻ പറ്റത്തില്ല. പകൽ ഇതുവഴി വരണമെന്ന് വിചാരിച്ചത്, പക്ഷെ നമുക്ക് കൃത്യമായ നമ്മുടെ പ്ലാനിങ് എല്ലാം തെറ്റിയത് കൊണ്ട് നമുക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് വയനാടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി. അതെ, അതുകൊണ്ട് നമുക്ക് നല്ല സമയം അവിടെ നഷ്ടപ്പെട്ടു. നമ്മൾ പകൽ ഇതുവഴി ക്രോസ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്തായാലും രാത്രിയാണെങ്കിൽ ഇത് വേറൊരു അനുഭവമാണ്. നമ്മളിവിടെ കയറുന്നതിന് മുമ്പ് പോലീസ് ചെക്കിംഗ് ഉണ്ട് കേട്ടോ. അതായത് പ്ലാസ്റ്റിക് ബോട്ടിൽസോ പ്ലാസ്റ്റിക് കവറുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നമ്മൾ കൊടുക്കണം. അലൗഡ് അല്ല ഇവിടെ. അവിടെ അതിന്റെ ചെക്കിംഗ് ഉണ്ട്. അതിന് ശേഷമാണ് അവരിങ്ങോട്ട് നമ്മളെ കയറ്റി വിടത്തോളൂ. നല്ലതാണ് ആക്ച്വലി. ഫുൾ ഇത് തന്നെയാണ് മൊത്തം. നമ്മുടെ ഇന്നത്തെ സ്റ്റേ, ഊട്ടിയിലെ സ്റ്റേ, ആരും പ്രതീക്ഷിക്കാത്ത രീതി ഉള്ള ഒരു സ്റ്റേ ആണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഒരു കൊട്ടാരം. ഇതൊരു കൊട്ടാരമാണ്. ഇത് ഇവിടുത്തെ ഒരു പഴയൊരു കൊട്ടാരമാണ്. അതെ, അടിപൊളിയാണ്. താഴെ അടിപൊളിയാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ബെഡ്റൂം. കണ്ടില്ലേ? ബെഡ്. അതെ, ഇവിടെ ചെറിയ ടേബിളും കസേരയൊക്കെ ഉണ്ട്. എങ്ങനെ ഉണ്ട് ഇരുന്നിട്ട്? പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഷെൽഫുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. അതെ, നല്ല വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ഇതാണ്. ഇതൊരു ക്ലബ് ഹൗസാണ്, ഊട്ടി ക്ലബ് ഹൗസ്. ഇതാണ് നമ്മുടെ ബാത്റൂം. ഇവിടെ കിടന്നും കുളിക്കാം, ഇരുന്നും കുളിക്കാം. കൊള്ളാം, ചൂടുവെള്ളം എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്. ഇത് എത്ര വർഷം പഴക്കമുള്ളതാണ്. ഇവിടെ വേറെയും കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ സ്റ്റേ ചെയ്യുക. എന്തായാലും കൊള്ളാം, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്കിതിന് ആയിരിക്കുന്നത് ഒരു ദിവസത്തേക്ക് 1400 + GST. അതാണ് നമ്മുടെ ഇവിടുത്തെ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ 1400 രൂപയ്ക്ക് ഇത്രയും നല്ലതായിരിക്കുന്നത്. കാരണം ഫോട്ടോയിലൊക്കെ വരുമ്പോഴത്തേക്കും ചിലതൊക്കെയാണെങ്കിൽ വെറും പറ്റിപ്പൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. എന്തായാലും കൊള്ളാം, അടിപൊളി, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ രാവിലെ എത്തിയിരിക്കുന്നു ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ രാവിലെ നമ്മളിവിടെ ടോയ് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഉദകമണ്ഡലം സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. 9:15 ട്രെയിൻ. നമ്മൾ നേരത്തെ തന്നെ ഒരു 2 ആഴ്ച മുന്നേ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് എൻ്റെ ഭാഗ്യത്തിന് നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടി. ട്രെയിൻ ഇതുവരെ എത്തിയിട്ടില്ല. നമുക്ക് 9:15. അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇനി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വരാം. അങ്ങനെ നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇതിലാണ് നമ്മൾ പോകുന്നത്. തൊട്ടിപ്പുറത്ത് തന്നെ പഴയ ഒരു സ്റ്റീം എഞ്ചിൻ, അതിവിടെ ഡിസ്പ്ലേ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം അതിനെ ഫ്രണ്ട് ചെയ്യുന്ന ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നിറയെ തുരങ്കങ്ങളും ടണലും എല്ലാം കയറിയാണ് ഇങ്ങനെ പോകുന്ന വഴിയെല്ലാം അടിപൊളിയാണ്. നല്ല തിരക്കുണ്ട് അത്യാവശ്യം. നമ്മളെന്തായാലും ഈ ടണൽ വഴി കയറി ഇങ്ങനെ പോകുന്നു. വണ്ടിയിൽ നല്ല തിരക്കുമുണ്ട്. ട്രെയിൻ ഫുള്ളാണ്. ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്നതുകൊണ്ട് നമുക്കത് ഗുണമായി. പോകുന്ന വഴിയല്ല വളരെ സീനിക് ആയിട്ടുള്ള വ്യൂസാണ്. വേറെ മൗണ്ടൻസും പിന്നെ ഊട്ടി ടൗണും എല്ലാം നമുക്ക് ഈ യാത്രയിൽ തന്നെ കാണാം. പിന്നെ ഒരുപാട് കൃഷി സ്ഥലങ്ങളും. പിന്നെ വരുന്ന വഴിക്ക് നമ്മളൊരു കാട്ടുപോത്തിനെ കണ്ടിരുന്നു ട്രാക്കിൻ്റെ അടുത്ത് നിന്നത്. പക്ഷേ നമുക്കത് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. നിരവധി മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനാണ് കെറ്റി റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ കെറ്റി റെയിൽവേ സ്റ്റേഷൻ താണ്ടി നമ്മൾ എത്തിയിരിക്കുന്നു കൂണൂർ. ടോയ് ട്രെയിൻസ് കറൻ്റ്ലി സർവീസ് നടത്തുന്നത് ഉദകമണ്ഡലം ടു കൂണൂർ വരെയാണ്. പിന്നെ കൂണൂറിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് സർവീസ് നടത്തുന്നത് സ്റ്റീം എഞ്ചിൻ യൂസ് ചെയ്താണ്. ഞങ്ങൾ ടോയ് ട്രെയിൻ റൈഡ് പ്ലാൻ ചെയ്തത് രാവിലെ 9:15 ട്രെയിനിൽ ഊട്ടിയിൽ നിന്ന് കയറി കൂണൂർ ഇറങ്ങി
ഇവിടെ നിന്ന് 12:30-ക്കുള്ള ട്രെയിനിൽ തിരിച്ചു ഊട്ടി പോകുന്ന രീതിയിലായിരുന്നു. കൂണൂരെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസ് എല്ലാം എടുത്ത് നമുക്ക് തിരിച്ചു ഊട്ടി പോകാം. കൂണൂരെത്തിയിൽ മസ്റ്റായിട്ടും പോയിരിക്കേണ്ട 3 കിടിലൻ ഫുഡ് സ്പോട്ട്സ് നമ്മൾ ഓൾറെഡി ഷോർട്ട് വീഡിയോ ആയിട്ട് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കാണുക. നിങ്ങൾ എന്തായാലും ഊട്ടി പോകുമ്പോൾ ഇങ്ങനെ യാത്ര പ്ലാൻ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ ടോയ് ട്രെയിൻ റൈഡൊക്കെ കഴിഞ്ഞു തിരിച്ചിവിടെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഉദകമണ്ഡലം. അതെ, ഉദകമണ്ഡലം. ഊട്ടിയുടെ മറ്റൊരു പേരാണ് ഉദകമണ്ഡലം എന്നുള്ളത്. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മളോട് വന്നിറങ്ങി. വളരെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്റ്റേ വേണ്ട വേണ്ട കണ്ട ഇങ്ങനെയാണ് നമ്മൾ അകത്തേക്ക് പോകേണ്ടത്. ഇവിടെ പിന്നെ അകത്തോട്ടൊക്കെ ഉണ്ട് പൂജയായിട്ട് സംതിങ് ഒക്കെയാണ്. ഇതാണ് സ്ഥലം. കണ്ട നൈസാണ്. അകത്തോട്ട് കയറുമ്പോഴാണ് നൈസ്. കണ്ട കണ്ട ഫുള്ള് സൂപ്പറാണ്. എല്ലാം സെറ്റപ്പാണ്. കണ്ട ഇല്ല 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 ഇങ്ങനെയാണ്. താഴോട്ടൊക്കെ സ്പേസ് ഉണ്ട്. കണ്ട ഫുള്ള് ഇങ്ങനെ ഓരോ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. കണ്ട ഒരു കണ്ണാടിയൊക്കെ ഉണ്ട്. വേണ്ട ഗെയിം ഇവിടെല്ലാം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട ഒരുപാട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. സ്റ്റേ ആണ് ഓൾറെഡി. കുറേ ആൾക്കാർ സ്റ്റേ ഉണ്ട്. അതുപോലെ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് പോകണം. മേലോട്ടൊക്കെ ഉണ്ട് നില. എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങോട്ടാണ്. അല്ല സോറി, ഈ സ്റ്റെപ്പും കയറണം അല്ലേ? ഈ സ്റ്റെപ്പും കയറണം. വേണ്ട ഇത് കയറി ഇങ്ങനെയാണ്. കണ്ട ഇവിടെ എല്ലാം പിക്ചേഴ്സൊക്കെ ഉണ്ട്. ചെടികൾ നല്ല രസമാണ്. പണ്ടത്തെ ഒരു ചെറിയ കൊട്ടാരമാണെന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് റൂം. ഇവിടെയൊക്കെ ഓരോരോ റൂമുകളുണ്ട്. ആൾക്കാർ താമസിക്കുന്നുണ്ട്. 1, 2, 3 അങ്ങനെ അങ്ങോട്ടുണ്ട്. ഏതാ നമ്മുടെ